മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് മുഖകാന്തി അല്ലെ, ഫേഷ്യൽ ചെയ്യാനായിട്ടൊക്കെ പോകുന്നവരുണ്ട്. ഇന്ന് എത്രയോ അധികം രൂപയാണ് ഈ മുഖം ഒന്ന് വെളുപ്പിക്കാൻ, ഒന്ന് മിനുങ്ങാൻ, ചർമ്മകാന്തി കിട്ടാൻ ഒക്കെ മനുഷ്യർ ചിലവഴിക്കുന്നത്. ബൈബിളിലുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം? പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 29-30 വാക്യം. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം മോശ അറിഞ്ഞില്ല. അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുഖം, ദൈവത്തെ ദർശിക്കുന്ന മനുഷ്യൻ്റെ മുഖം പ്രശോഭിക്കും. അതുകൊണ്ട് കുറുക്കു വഴികൾ അന്വേഷിക്കേണ്ട. ആത്മീയത പോലെ ഈ മുഖകാന്തി കിട്ടാൻ ഇത്രയും നല്ല കാര്യം വേറെ ഇല്ല. സങ്കീർത്തനം 4:6 കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ. ഇട്ടൊന്ന് ചൊല്ലാൻ നോക്കി. വീണ്ടും സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരെ. അപ്പോൾ സങ്കീർത്തനം 4:6 കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ. സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞാൻ നിറയപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ മുഖകാന്തി, മുഖപ്രകാശം എനിക്ക് നൽകണമേ. നരയും താരനും പിമ്പിൾസ്, കുരുക്കൾ എല്ലാം മാറിപ്പോകട്ടെ. കർത്താവെ, മുടികൊഴിച്ചിൽ മാറ്റിക്കൊടുക്കണമേ. യേശുവിൻ്റെ രക്തം കൊണ്ട് നല്ല മുഖപ്രകാശം, നല്ല തിളക്കം, നല്ല വെളിച്ചം, നല്ല വെട്ടം ഞങ്ങളുടെ മുഖത്ത് നൽകണമേ. അവിടുത്തെ മുഖപ്രകാശം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ. എപ്പോഴും സന്തോഷമുള്ള ഒരു മുഖത്തോടുകൂടെ ആയിരിക്കാൻ നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സങ്കീർത്തനം 4:6, സങ്കീർത്തനം 34:5 വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. മുഖകാന്തി കിട്ടാൻ ഈ വചനങ്ങൾ പ്രാർത്ഥിക്കും.